ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെഹന്തി ഡിസൈനാണ് കാണിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ 2 ഡിസൈൻസ് വരക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുന്ന ടൈമിൽ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ ശ്രമിക്കണേ. ഇന്നത്തെ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. അതിനായിട്ട് ആദ്യം 2 ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ആദ്യത്തെ ലൈനിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒന്ന് ഹംസ് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഹംസിന് മുകളിലായിട്ട് ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് ആ ഒരു സ്പൈറലിൻ്റെ ചുറ്റിലും ഹംസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഫ്ലവറിനോട് ചേർന്നിട്ട് അടുത്തൊരു സ്പൈറൽ വരച്ചെടുത്തിട്ട് അതിന് ചുറ്റിലും ഒന്ന് ഹംസ് വരച്ചെടുക്കുക. ഇങ്ങനെ ആ ഒരു ലൈൻ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ഫ്ലവേഴ്സ് അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെ ചുറ്റിലും ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കയ്യിൽ കുറച്ച് സ്പേസ് ഒന്ന് ബ്ലാങ്ക് ആക്കി ഇട്ടിട്ട് മുകളിലായിട്ടൊരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ഗ്യാപ്പിൽ താഴെ ചെയ്ത പോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റിലും ഒന്ന് ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി മുകളിൽ വരച്ചെടുത്ത ലൈനിൽ താഴോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ 2 സൈഡിലും ഇതുപോലെ ഒന്ന് സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിലൊക്കെ താഴോട്ടായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഹംസ് കൂടെ ഒന്ന് വരച്ചിട്ട് ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററിൽ വരച്ചെടുത്ത ഫ്ലവറിൻ്റെ മുകളിൽ വരച്ചെടുത്ത ലൈനിലോട്ടും സൈഡിൽ വരച്ചെടുത്ത ഫ്ലവേഴ്സിൽ നിന്ന് ഇതുപോലെ താഴോട്ടും ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വരച്ചെടുത്ത ലൈനിൽ 2 സൈഡിലും ഇതുപോലെ ഒന്ന് ലീവ്സ് അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു 3 ലൈനും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നേരത്തെ വരച്ചെടുത്ത മുകളിലെ ലൈന് ഒന്നുകൂടെ ഒന്ന് കട്ടി കൂട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഗ്യാപ്പിൽ വരച്ചെടുത്തിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ചുറ്റിലും ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ടെടുക്കുന്നുണ്ട്. ഇങ്ങനെ 3 ഫ്ലവേഴ്സും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത ശേഷം മുകളിലായിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു വരച്ച ലൈനിന് മുകളിലായിട്ട് ആ ഒരു അറ്റം മുതൽ ഈ അറ്റം വരെ ഹംസ് ഒന്ന് വരച്ചെടുക്കുക. ഇനി കുറച്ച് സ്പേസ് കയ്യിൽ ഇതുപോലെ ഒന്ന് വിട്ട് കൊടുത്ത ശേഷം ഇത്തിരി കർവ് ചെയ്ത് നിൽക്കുന്ന ഒരു ലൈൻ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഹംസിന് മുകളിൽ നിന്നും ആ ഒരു ലൈനിലോട്ട് പോകുന്ന രീതിയിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അടുത്തൊരു സൈഡിലോട്ടും ലൈൻസ് വരച്ച് കൊടുത്തിട്ട് കോളങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ വരച്ച് കിട്ടിയ ഓരോ കോളത്തിൻ്റെ ഉള്ളിലും ഇതുപോലെ ഒന്ന് 4 സൈഡിൽ നിന്നും കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വരച്ചെടുത്ത ഓരോ കോളങ്ങളുടെ ഔട്ട്ലൈനും കട്ടി കൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 സൈഡിലുള്ള ലൈൻസും ഒന്ന് കട്ടി കൂട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെഹന്തിയൊക്കെ ഇട്ട് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ ഒട്ടും മറക്കാൻ അറിയാത്തവർക്കും എളുപ്പത്തിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഡിസൈൻസാണ് കാണിക്കുന്നത്. ഓരോ എലമെൻസും സ്റ്റെപ്പായി കാണിക്കുന്നത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ഓരോ ദിവസം ഓരോ ഡിസൈൻസൊക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലൊക്കെ യൂസ്ഫുൾ ആവുന്നൊരു ഡിസൈനാണ്. ഇനി കർവ് ചെയ്ത് വരച്ചാൽ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് കൈപ്പത്തിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലൊന്ന് ഇത്തിരി അധികം കർവ് ചെയ്ത് നിൽക്കുന്ന ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 4 ലൈൻസാണ് വരച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു സ്പേസിലായിട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഒരു സ്പൈറൽ വരച്ചിട്ട് അതിലും ഒന്ന് ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട്. ഇനി അതിനോട് ചേർന്നിട്ട് ഇതുപോലെ ഒരു കർവ് വരുന്ന ഷേപ്പ് ഉൾഭാഗത്തായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ടൊക്കെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു കർവിനുള്ളിൽ വരുന്ന ബാക്കിയുള്ള സ്പേസിൽ ലീവ്സും ഇതുപോലെ തന്നെ സർക്കിൾസും ഫ്ലവേഴ്സൊക്കെ ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വരച്ചതിൻ്റെ ഒക്കെ ഔട്ട്ലൈൻ ഒന്ന് കട്ടി കൂട്ടിയിട്ട് ബാക്കി വരുന്ന ഉൾഭാഗം ബ്ലാങ്കായി നിൽക്കുന്ന സ്പേസിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വരച്ചെടുത്ത ലീവ്സിനുള്ളിലൊക്കെ ഓരോ ലൈൻസ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ കർവ് ചെയ്ത് കൊടുത്ത 4 ലൈൻസിൽ സെൻറ്റർ ഭാഗത്ത് വരുന്ന 2 ലൈൻസുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. ഇനി തൊട്ട് മുകളിലായിട്ടുള്ള ലൈനിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഒന്ന് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ഹംസൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ലൈൻസ് കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു ലൈനിൽ മുഴുവനായിട്ട് ഹംസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി കൈൻ്റെ അടുത്ത സൈഡിലോട്ടായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ 4 ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻറ്റർ ഭാഗത്തുള്ള 2 ലൈനുകൾ തമ്മിൽ വീണ്ടും ഒന്ന് കട്ടി കൂട്ടിയെടുക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏറ്റവും ടോപ്പിലുള്ള ലൈനിൻ്റെ മുകളിലായിട്ട് ഹംസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഈ വരച്ചെടുത്ത ലൈനിൻ്റെ ഉൾഭാഗത്ത് വരുന്ന സ്പേസിൽ നേരത്തെ വരച്ചെടുത്ത ഹംസിന് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചെടുത്തിട്ട് ആ ഒരു ലൈനിന് മുകളിലായിട്ട് ഹംസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഈ കിട്ടിയ ഫ്ലവറിനോട് ചേർന്നിട്ട് ഇതുപോലെ തന്നെ അടുത്തൊരു ഷേപ്പ് കൂടെ വരച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഫ്ലവർ വരച്ചെടുക്കുക. ഇങ്ങനെ ആ ഒരു സ്പേസിൽ മുഴുവനായിട്ട് ഈ ഒരു ഫ്ലവർ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട്.
ഏകദേശം തള്ളവിരൽ തുടങ്ങുന്ന വരെ ഈ ഒരു ഡിസൈൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തള്ളവിരലിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ലൈനൊന്ന് വരച്ച് കൊടുത്തിട്ട് അതിൽ ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഹംസിന് മുകളിലായിട്ട് ചെരിഞ്ഞ രീതിയിൽ ലേസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പൊക്കെ വരുന്ന രീതിയിൽ ലൈനൊന്ന് വരച്ച് കൊടുത്തിട്ട് ഇത്തിരി കട്ടി കൂട്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഹംസിന് മുകളിലും ലേസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത്തിരി കട്ടി കൂടിയ ഷേപ്പിലുള്ള ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലെ 3 ലേസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന സ്പേസൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഫിംഗേഴ്സിൽ ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് വരുന്ന ഗ്യാപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് മുകളിലോട്ടായിട്ട് ലൈൻസ് വരച്ചെടുക്കുക. അതുപോലെ തന്നെ സൈഡിലോട്ടും ലൈൻസ് വരച്ച് കൊടുത്തിട്ട് കോളങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇതുവരെ വരച്ചതൊക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നീട് വരച്ചത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ വരക്കുന്ന ടൈമിൽ ഡിസൈൻ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തി കൊടുത്താൽ മതി. കോളങ്ങളൊക്കെ ഇതുപോലെ തന്നെ വരച്ചെടുത്തിട്ട് 4 കോളങ്ങൾ കൂടുന്ന ജോയിൻറ്റിൽ ഡോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ ലൈൻസിലും ഡോട്ട് ഇട്ടിട്ട് വലിച്ചു കൊടുക്കുക ഒക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ കിട്ടും. ഇതിപ്പോൾ ഫ്ലോപ്പ് ആയതുകൊണ്ട് വെറുതെ ഒന്ന് ഓടിച്ചു വിടുന്നേ ഉള്ളൂ. മായ്ച്ച് കളയാമെന്ന് കരുതിയെങ്കിലും ഫ്ലോപ്പ് ആയതും കൂടെ ഇടയ്ക്കൊന്ന് വീഡിയോയിൽ കാണിക്കേണ്ടതെന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങ് വരച്ചു പോയതാണ്. ഇനി ഫിംഗറിലായിട്ട് നേരത്തെ വരച്ചതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വീണ്ടും അതേ ഷേപ്പിൽ തന്നെ ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ലൈന് ഇത്തിരി കട്ടി കൂട്ടിയെടുത്തിട്ട് വീണ്ടും ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുക. ഇനി വരച്ചെടുക്കുന്ന ലൈനിന് മുകളിലായിട്ട് ഹംസ് കൂടെ ഒന്ന് വരച്ചെടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഓരോ ലൈൻ കൂടെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് സൈഡിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ 3 ഫിംഗേഴ്സിലും ഇതുപോലെ ഒന്ന് ലേസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് വിട്ട ശേഷം ഷേപ്പിലുള്ള ലൈനൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് തള്ളവിരലിന് മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് ചെയ്ത അതേ ഡിസൈൻ തന്നെ ഈ ഒരു 3 ഫിംഗറിലും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ആദ്യത്തെ ആ ഒരു ഭാഗം അതുപോലെ തന്നെ വരച്ച് കൊടുത്തിട്ട് ഒന്ന് ഇത്തിരി കട്ടി കൂട്ടിയിട്ട് ബാക്കി ഭാഗത്തൊക്കെ ലേസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കിട്ടുന്ന സ്പേസിൽ ഒന്ന് ഫില്ല് ചെയ്തും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലേസിനുള്ളിലൊക്കെ ഓരോ കുഞ്ഞ് ലൈൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ആക്കിയിട്ട് ലേസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി നേരത്തെ ചെയ്ത ഡിസൈനിനുള്ളിൽ വീണ്ടും ഒരു ചെറിയ അറ്റകുറ്റപ്പണി കൂടെ ചെയ്തെടുത്ത് നോക്കുന്നുണ്ട്. അതും നൈസായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇന്നത്തെ വീഡിയോയിലെ രണ്ടാമത്തെ ഒരു ഡിസൈനാണ് വരച്ചെടുക്കുന്നത്. അതിനായിട്ട് തള്ളവിരലിൻ്റെ കുറച്ച് താഴെ നിന്ന് വീഡിയോയിൽ കാണുന്ന പോലെ കർവ് ചെയ്ത് നിൽക്കുന്ന ലൈനൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം വീണ്ടും അതുപോലെ തന്നെ ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത് വരച്ചെടുത്ത ലൈനിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് അതേ ഷേപ്പിൽ വരുന്ന രീതിയിൽ ഹംസ് ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വരച്ചെടുത്ത ലൈനിൻ്റെ ഷേപ്പ് ചെറുതായിട്ട് മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് ഉൾഭാഗം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 3 കർവ് വരുന്ന ഭാഗങ്ങൾ കൊടുത്തതിന് പകരം ഇനി 2 ഭാഗങ്ങൾ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ കർവ് വരുന്ന ലൈനിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ ഡിസൈനൊക്കെ വരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി നേരത്തെ വരച്ചെടുത്ത ഹംസിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് സ്പൈറൽസ് വരച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ലൈൻ മുഴുവനായിട്ട് സ്പൈറൽ വരച്ച ശേഷം അതിന് മുകളിലായിട്ടൊക്കെ ഇതുപോലെ ഒന്ന് 3 പെറ്റൽസ് വീതം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് സ്പൈറലും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നേരത്തെ വരച്ചെടുത്ത ഉൾഭാഗത്തിലുള്ള ലൈനിൽ ഇതുപോലെ ഒന്ന് ഒരു സ്പൈറൽ വരച്ച് കൊടുത്തിട്ട് ഇത്തിരി വലുപ്പത്തിൽ നിൽക്കുന്ന പെറ്റൽസ് ഒന്ന് 3 ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഫ്ലവറിൻ്റെ സൈഡിൽ നിന്ന് കർവ് വരുന്ന ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്തായിട്ടൊക്കെ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു കർവ് വരുന്ന ഭാഗത്തിനുള്ളിലും ഇതുപോലെ ഒരു സ്പൈറൽ വരച്ച് കൊടുത്തിട്ട് അവിടെ ഒരു ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം മുകളിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു കർവ് വരുന്ന ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് അവിടെ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സൈഡിൽ വരുന്ന ഗ്യാപ്പിൽ സർക്കിൾസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ തള്ളവിരലിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്ത് നിന്നായിട്ട് 2 ലൈൻസ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ലൈനിൻ്റെ താഴോട്ട് നിൽക്കുന്ന രീതിയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലവറും അതുപോലെ തന്നെ കർവ് ചെയ്ത് നിൽക്കുന്ന ഷേപ്പും ലീവ്സും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെയും ലീവ്സിൻ്റെയും ഷേപ്പുകളുടെ ഒക്കെ ഔട്ട്ലൈൻ മാത്രം ഒന്ന് കട്ടി കൂട്ടിയിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആ ഒരു സ്പേസിൽ മുഴുവൻ ഭാഗങ്ങളും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ലീവ്സിനുള്ളിലൊക്കെ മുകളിലോട്ടായിട്ടും താഴോട്ടായിട്ടും നിൽക്കുന്നതിനനുസരിച്ചിട്ട് ഓരോ ലൈൻസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തള്ളവിരലിൻ്റെ മുകളിലായിട്ട് വരച്ചെടുത്ത ലൈനിൽ ഇതുപോലെ ഒന്ന് ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഹംസിന് മുകളിലായിട്ട് 2 സ്പൈറലൊന്ന് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്പൈറലിൻ്റെ മുകളിലായിട്ട് 3 പെറ്റൽസ് വീതം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് 3 ലീവ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെ ഒക്കെ സെൻറ്ററിൽ ഓരോ ലീവ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ലീവ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം.
അതിനുശേഷം ഫിംഗറിലായിട്ട് ഇതുപോലെ 2 ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെയുള്ള ലൈനിൽ ഇതുപോലെ ഒന്ന് ഹംസ് വരച്ച് കൊടുത്തിട്ട് ഡോട്ട്സ് ഇട്ടെടുക്കുക. ഇങ്ങനെ ബാക്കിയുള്ള ഫിംഗേഴ്സ് കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുകൾ ഭാഗത്ത് വരച്ചെടുത്ത ലൈനിലും ഇതുപോലെ തന്നെ ഹംസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫിംഗറിൽ ബാക്കി വരുന്ന സ്പേസിലൊക്കെ ഇതുപോലെ ഒന്ന് ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ചെറിയ വിരലിൽ തള്ളവിരലിൽ മുകളിലായിട്ട് ചെയ്ത അതേ ഡിസൈൻ തന്നെയാണ് ഹംസിന് മുകളിൽ വരച്ചെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള 3 ഫിംഗേഴ്സിലും ഇതുപോലെ ഒന്ന് 2 സൈഡിലോട്ടും ലൈൻസ് വരച്ച് കൊടുത്തിട്ട് എല്ലാ ലൈനിൻ്റെ ജോയിൻറ്റിലും ഓരോ ഡോട്ട്സ് വീതം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ലൈൻസിന് പകരം ബാക്കിയുള്ള ഫിംഗേഴ്സിൽ ചെയ്ത പോലെ തന്നെ മതി എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്പൈറലൊന്ന് വരച്ച് കൊടുത്തിട്ട് ഫ്ലവേഴ്സ് ആക്കി എടുത്തിട്ട് ലീവ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും കോളങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത ശേഷം ചെറിയ വിരലിൽ കൊടുത്ത ഡിസൈന് താഴെയായിട്ട് ഒരു സ്പൈറൽ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്പൈറലിന് മുകളിൽ പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഫ്ലവറിൽ നിന്ന് താഴോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ കർവ് വരുന്ന ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. സൈഡിലായിട്ടൊക്കെ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ലീവ്സിനുള്ളിലൊക്കെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലീവ്സിൻ്റെ 2 സൈഡിലും ഓരോ സർക്കിൾസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കർവ് വരുന്ന ഷേപ്പ് കൂടെ ഒന്ന് ഇത്തിരി കട്ടി കൂട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് വരച്ചെടുത്ത സർക്കിൾസിനുള്ളിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ ഫിംഗറിൽ വരച്ചെടുത്ത ഡിസൈന് താഴെയായിട്ട് ഇതുപോലെ താഴോട്ട് നിൽക്കുന്ന രീതിയിൽ 3 ലീവ്സ് വീതം എല്ലാ ഫിംഗേഴ്സിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ 2 ഡിസൈൻസും കൂടെ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.